എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. നിന്റെ കടച്ചക്കയും കൊണ്ടേ ഞാൻ പോകൂ. നമ്മൾ സംസാരിക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. നിങ്ങളല്ല, വേറൊരു കുഴപ്പമുണ്ട്. ജഗുപ്സാവഹം എന്ന ഒരു പദം നമുക്ക് ആരുടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ നേരെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയോഗിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരാൾ അത് വാസ്തവത്തിൽ ഈ മുൻ കേരള മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയുമായിട്ടുള്ള മിസ്റ്റർ വിജയനാണ്. ഇങ്ങനെ നിന്നാങ്ങനെ സാർ ഇരുന്നാട്ടെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് ചോദ്യം. മറ്റു വിഷയങ്ങളിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് ഒരു സുപ്രാ സുരേഷുമായി ബന്ധപ്പെട്ടതും ബഹുമാനപ്പെട്ട രാജ്മോഹൻ സാർ പറഞ്ഞിട്ടുള്ളതുമായ ഒരു വിഷയത്തിനകത്ത് മാത്രം ഞാൻ സാർ പറയാം. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഈ മൂന്ന് അടിസ്ഥാനപരമായിരിക്കുന്ന നീതിയുമായി ബന്ധപ്പെട്ട മൂന്ന് അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകങ്ങളെ ഇത്ര നിർദ്ദയമായി ഉപയോഗിച്ച് അതിനകത്തുള്ള മുഴുവൻ ലൂപ്പ് ഹോൾസുകളെയും പ്രയോഗിച്ച് തനിക്കെതിരെ വന്നിരിക്കുന്ന ഏത് സംഭവത്തെയും രാവണൻ കോട്ട പോലെ ലാബ്രിയന്ത് പോലെ കെട്ടിനിർത്താൻ പറ്റിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് നിങ്ങൾ കേരളത്തിൽ പറയാമോ? പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. മറ്റൊരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അത് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന പേര് ഡിസേർവ് ചെയ്യുന്ന പേരാരാന്നാണ്? ഈ വിജയന്റെ പേരാണ്. ഇവിടെയാണ് സുപ്രാ സുരേഷ് എന്ന് പറയുന്ന ഒരു പിന്നെ ഞാനൊരു പലതവണ പറഞ്ഞതാണ്, കേരളം കണ്ട ഏറ്റവും റവല്യൂഷണറി ആയിരിക്കുന്ന സ്ത്രീയാണ് അവർ. ഏറ്റവും റവല്യൂഷണറി ആയ സ്ത്രീ. അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ആര് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അവിടെയാണ്. ആ ചോദ്യത്തിന് ആദ്യത്തെ ഘടകം വരുന്നത് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനും ബുദ്ധിശാലിയുമായിരിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ് ശിവശങ്കർ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ശിവശങ്കറിനെ ഉപയോഗിച്ചാണ് സുപ്രാ സുരേഷിനെ വളരെ കൃത്യമായി സ്വാധീനിച്ച് ഈ വലയത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ട്രാപ്പ് ചെയ്യുന്നത്. ഈ ട്രാപ്പ് ചെയ്യുന്ന ഘട്ടത്തിലാണ് വാസ്തവത്തിൽ സുപ്രാ സുരേഷിനെ പരസ്യമായി പറഞ്ഞത് സുപ്രാ സുരേഷിന് ഇദ്ദേഹത്തോടുണ്ടായിരിക്കുന്ന ഒരു ഇന്റിമസി, അകാരണമായിരിക്കുന്ന ഒരു ഇന്റിമസി, അത് ഒരുപടി ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരം ഒരു ഇന്റിമസിയെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിനെ കൊണ്ട് തന്നെ ചെയ്യാവുന്ന മുഴുവൻ സംഭവങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ വിദേശ ഗൾഫ് രാജ്യങ്ങളുമായി അവർക്കുണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ വളരെ ഗംഭീരമായി, അവർക്ക് അറിവ് സംസാരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന അവരുടെ ഭാഷാപരമായ വൈപുണ്യം, ഇതെല്ലാം തന്നെ വളരെ ഭംഗിയായി ഉപയോഗിച്ച് ഇത് മുഴുവൻ ചെയ്തു കൊണ്ടുവന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഈ ചെയ്തുകൊണ്ടുവന്ന് അവസാന ഘട്ടം എത്തിയപ്പോൾ എന്തായി തീർന്നു? റീറൂട്ട് ചെയ്ത് മറ്റൊരു രാജ്യത്തിനകത്തുള്ള ഒരു ഭരണാധികാരിയുടെ ഭാര്യയെയും കൊണ്ടുപോകുന്ന സ്ഥലത്ത് തെറ്റി മാറ്റിയിട്ട് ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രം വരെ ആ സംഭവം എത്തുന്നു. ഇത് വളരെ കൃത്യമായിരിക്കുന്ന ദേശവിരുദ്ധമായ എന്ന് പറയാവുന്ന ഒരു പ്രയോഗപരാവുന്ന രീതിയിലേക്ക് വരാവുന്ന ഒരു വലിയ ക്രൈമാണ് സംഭവം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഈ ക്രൈം നടന്നിട്ട് പോലും കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന ജുഡീഷ്യൽ സംവിധാനം, കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന അന്വേഷണ സംവിധാനം, എന്തൊരു ദേശീയ അന്വേഷണ ഏജൻസികൾ, ഈ ഏജൻസികളെല്ലാം തന്നെ നിഷ്പ്രഭരായി നിന്ന് പോവുകയും വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലേക്ക് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഓരോ മേഖലയിൽ കൊണ്ടുപോയി ഈ പറയുന്ന കേസിന്റെ കോറും ക്രക്സും അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ല. ഇത് അട്ടിമറിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ബന്ധം ഇയാൾക്ക് എവിടെ കിട്ടി? ഈ ഇന്ത്യ കണ്ടിരിക്കുന്ന നമ്പർ 1 ദല്ലാൾ, ഏറ്റവും കൂടുതൽ വൃത്തി കണ്ടിരിക്കുന്ന ദല്ലാൾ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു മടിയുമില്ലാതെ ഞാൻ പറയും അത് ഈ വിജയനാണെന്ന് ഞാൻ പറയും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. അതും ഈ വിജയനാണെന്ന് ഞാൻ പറയും. കാരണം അല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ക്രൈം ചെയ്തിട്ട്, ഇത്രയും വലിയ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനിടയിൽ വരാവുന്ന മറ്റൊട്ടനവധി കൊലപാതകങ്ങൾ ഉൾപ്പെടെ മറ്റൊരു ആ വിഷയങ്ങൾ വിട്ടുകളയാണ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഇതെല്ലാം തന്നെ ചെയ്തു വന്നിട്ട് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ മറ്റാളുകൾ മുഴുവൻ തന്നെ ഇതിൽ പ്രതിപട്ടികയിൽ വരികയാണ്. അവരുടെ ജീവിതം ഹോപിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഈ കേരളത്തിലെ പൗരബോധമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന ആദ്യമായി ചെയ്യേണ്ടത് ഈ മനുഷ്യനെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യണം. എന്റെ യുദ്ധം ഞാൻ തുടങ്ങി, ഇത് അതിന്റെ ഉദ്ഘാടനമാണെന്ന് കൂട്ടിയാൽ മതി. വിജയനെതിരെ കോടതിയിൽ ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്യുന്നിടത്ത് വെച്ച് മാത്രമാണ് കേരളത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുക. നിങ്ങൾ നോക്കൂ, ഇത് എത്ര കുറ്റകൃത്യങ്ങളുടെ പെരുമഴക്കാലമാണ് ഈ മനുഷ്യൻ നടത്തിയത്. നിങ്ങൾ അതിര് കിടക്കുന്നു. അതിനകത്ത് ഒന്നിനകത്ത് പോലും ഇയാൾ പ്രതിയാവുന്നില്ല. സ്വാഭാവികം. ഇയാൾ ഭാര്യ പ്രതിയാവണ്ടേ? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പ്രതിയാവട്ടെ? സുപ്രാ സുരേഷ് എഴുതിയിരിക്കുന്ന ചതിയുടെ വപ്പം എന്ന് പറയുന്ന പുസ്തകത്തിലെ പേജോട് വിട്ടുപോയി 38 42 എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് വളരെ കൃത്യമായി റിപ്പോർട്ടിനകത്ത് വെച്ച് നടക്കുന്ന ചർച്ചക്കകത്ത് കമല പറഞ്ഞിരിക്കുന്ന കമന്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആ പറയുന്ന സമയത്ത് ഇത്രയും പൊണ്ണ് ഞാൻ തരാമെന്ന് പറയുമ്പോൾ ആ പൊണ്ണ് എവിടെ ചേർത്ത് കണക്ട് ചെയ്യേണ്ടതാണ്? വാസ്തവത്തിൽ ശബരിമല കൊള്ള സ്വർണ്ണക്കൊള്ളയുമായി കണക്ട് ചെയ്യേണ്ടതല്ലേ അത്? അല്ലെങ്കിൽ എത്ര പോലീസ് സ്ഥലത്ത് കണക്ട് ചെയ്യും? എന്നേക്കാൾ മനോഹരമായി അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അവകാശമുണ്ടാണല്ലോ ഈ പറയുന്ന രാജ്മോഹൻ സാർ. അദ്ദേഹത്തിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ലേ എത്ര സംഭവങ്ങൾ ഉണ്ടെങ്കില? ഇതൊന്നുമില്ല. അത് അവസാനം എന്താണ്? ഇതിനകത്ത് ടെററിസം സംഭവത്തിന് ഇൻഡക്ട് ചെയ്യാൻ കഴിയില്ല, മറ്റേ ചെയ്യാൻ കഴിയില്ല, അത് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പത്രങ്ങളും വിഷ്വൽ മീഡിയയിലും മുഴുവൻ തന്നെ NIA വരുന്നു, ED വരുന്നു, എല്ലാം വരുന്നു. അവസാന ഘട്ടത്തിൽ പിണറായി കഴിഞ്ഞ ദിവസവും ED വന്നു. എവിടെ എത്തി? ഒന്നും എത്തിയില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? It is quite your inefficiency. You have to answer for it.
ഒന്നും എത്തിയില്ല. ഇത് എത്തുന്നില്ല എന്ന് പറയാൻ അർത്ഥം എന്താണ് ശരിക്ക്? നാം മനുഷ്യർ, കേരളത്തിലെ ഓരോ മനുഷ്യരും അപമാനിക്കപ്പെടുകയാണ്. ഒരൊറ്റ ബാക്കി ഡാഷ് വാക്കിയാൻ ഉപയോഗിക്കുന്നില്ല. ഇത് ഞാൻ വളരെ ക്ഷുഭിതനായി തന്നെ പറയുന്നതാണ്, രോഷം കൊണ്ട് പറയുന്നതാണിത്. ഇതൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആദ്യമായി നിങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് അനുഭാവിയായി പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രതിജ്ഞ എന്താണെന്നറിയോ? പാർട്ടിക്കകത്ത് കളവ് പറയില്ല എന്നുള്ളതാണ്. അത് ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ട്? പാർട്ടിക്കകത്ത് ഒരിക്കലും കളവ് പറയില്ല. ഇപ്പൊ ചെയ്ത പണി എന്താണ്? പാർട്ടിക്കകത്ത് അയാൾ കളവ് പറഞ്ഞു എന്നല്ല, പാർട്ടി ഒന്നടങ്കം കളവ് പറയാൻ നിർബന്ധിക്കപ്പെട്ടു. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ ഒന്നടങ്കം നിർബന്ധിക്കപ്പെടുകയാണ്. സാറേയുള്ള സാധാരണക്കാർക്ക് ഒരു ബ്രാഞ്ച് സെക്രട്ടറി വരെ ഇയാളെ ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഒരു പ്രത്യേക ജീവിതല്ലേ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തിട്ടാണ് നമ്മൾ ഈ സാരം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരായിരിക്കുകയാണ്. അതെ, ഞാനാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ, സാധാരണക്കാര മനുഷ്യൻ ഇത്രയും ഒരു കേസ് നടത്താൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. ഇവിടുന്നാണ് ഈ അവന്റെ വെൽത്ത് വരുന്നത്. സാധ്യമല്ല. നിങ്ങൾക്ക് കഴിയില്ല, എനിക്കും കഴിയില്ല, ഒരു കാരണവശാലും കഴിയില്ല. അപ്പൊ ഇത് വരാവുന്ന പണം മുഴുവൻ തന്നെ വരുന്നു. ഇതിനകത്ത് ഓരോ ആളെയും കോടതിയിൽ വെച്ച് ഏത് ബെഞ്ചിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്ന അന്യായം ചെല്ലേണ്ടത് എന്ന് വരെ ക്രമീകരിക്കുന്നു. അങ്ങനെ ക്രമീകരിച്ചു വരുമ്പോ സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യൻ, നീതി തേടി അറിയുന്ന മനുഷ്യൻ, സുപ്രിയെ പോലുള്ള സാധാരണ മനുഷ്യൻ, സാധാരണ പൗരർ, ഇവർക്ക് എന്ത് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇതിലേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും ഈ നരാധവൻ കൊട്ടിയടക്കുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. കൊട്ടിയടക്കുന്നു ഇയാൾ. ഇതാണ് വലിയ ക്രൈം. ഇതാണ് അവിടെ ഇത്രയും വലിയ ക്രൈം ചെയ്തിരിക്കുന്നത്. ഇത് ഒറ്റ ഉദാഹരണം കൂടി, ഒരു ഉദാഹരണം കൂടി, ഇതുമായി ബന്ധമില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം നേപ്പാളിയിൽ ഇത് ഇടിഞ്ഞല്ലോ. ആ ഇടിഞ്ഞ സമയത്ത് 7 ആളുകളാണ് കൊല്ലപ്പെട്ടു, 7 ആളുകൾ മരിച്ചു. ഈ നീതൻ പറഞ്ഞിരിക്കുന്ന കമന്റ് എന്താണ്? അവിടെ പോയിട്ട് പറഞ്ഞു, നീതൻ പറഞ്ഞിരിക്കുന്ന കമന്റ് എന്താണ്? ഇയാൾ പറഞ്ഞത് ഇത് സൂത്രപ്പണിയിലൂടെ നേടിയതല്ല ഈ പാരിസ്ഥിതിക റിപ്പോർട്ട്, ഇതിനുള്ള അനുമതി എന്നാണ്. ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എന്താ കാര്യം? ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായി കുട്ടനാരെ. ഇതാരെ പരിഹരിച്ചതാണ്? വളരെ കൃത്യമാണ്, അത് വി.ഡി. സതീശനെ പരിഹരിച്ചതാണ് സംഭവം. പക്ഷേ ഇത്രയും വലിയ ദുരന്ത മുഖത്ത് നിന്ന് ഇത്രയും വൃത്തികെട്ട അധാർമികമായിരിക്കുന്ന ഒരു വാക്ക് പ്രയോഗിക്കാൻ എങ്ങനെയാണ് സാർ ഈ കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിക്ക്, പാർട്ടി സെക്രട്ടറിക്കും സാധ്യമാകുന്നത്? നല്ല പെഡിഗിരി ആയിരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തള്ളക്കും ജനിക്കണം. എങ്കിലേ അന്തസ്സായിട്ട് ബിഹേവ് ചെയ്യാനൊക്കുള്ളൂ എന്നതാണ് ചോദ്യം. ഈ ഒരൊറ്റ വിഷയത്തിനെ പോലെ തന്നെ കോടതി ഇയാൾക്ക് സ്വമേധയാക്കി എതിർക്കേണ്ടതാണ്. 7 ആളുടെ മരണം, പടുമരണം. ഒരു കുഞ്ഞുകുട്ടി, ഒരു വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടി, അന്യ സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഉപ്പ ഇവിടെ മരിക്കുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ മരിക്കുകയാണ്. ആ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാൻ അതിന്റെ തൊട്ട് പിറ്റേ ദിവസം കുഞ്ഞുകുട്ടി കാത്തിരിക്കുകയാണ്. അച്ഛൻ മരിച്ചുപോയി. നിങ്ങൾക്ക് സങ്കടമില്ല? എന്താ കാര്യം അറിയോ? ഇവിടെ ജീവിതത്തിൽ എന്ത് വേണമെന്നറിയാം? പശ്ചാത്താപം എന്നൊരു വാക്കുണ്ട്. പശ്ചാത്താപം, അല്ലെങ്കിൽ കുറ്റബോധം എന്നൊരു വാക്കുണ്ട്. അത് ഒന്നും അല്ലെങ്കിൽ ആത്മവഞ്ചന എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. കരുണ, ദയ, അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഈ 3 വാക്കുകളും അന്യം നിന്ന് വയ്ക്കുന്ന, അറിയാതിരിക്കുന്ന ഒരു ഏറ്റവും കള്ളപ്പണം കെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ആ മനുഷ്യൻ നടത്തിയിരിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് സത്യത്തിൽ എന്തായി തരുമോ? ഈ സുപ്രാ സുരേഷ് എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തായിട്ടു? കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്തുകാരിയായി അപമാനിക്കപ്പെട്ടു. ഇയാളുടെ ഭാര്യ എവിടെ കമല? എവിടെ ഇയാളുടെ മകൾ വീണ? എവിടെ ഈ മനുഷ്യൻ? ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. ചോദ്യം ഇതാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിന് പകരം എന്ത് പറയാമെന്നറിയോ? ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ നശിപ്പിക്കാൻ എന്താ പറയാ, ഈ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ്. ഈ നശിപ്പിക്കുന്നിടത്തല്ല മനുഷ്യരുള്ളത്. മറിച്ച് ഇതിന്റെ വില ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ മനുഷ്യനെതിരെ പൊതുസമൂഹം കേസ് കൊടുക്കണം, കോടതിയെ സമീപിക്കണം. ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇയാൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. സഹസ്ര കോടികൾ, സുരേഷ് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. സഹസ്ര കോടികൾ, ഇത്രയും വലിയ സഹസ്ര കോടികൾ നാളമില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. നിങ്ങളറിയോ, എന്റെ വീട്ടിന്റെ മുമ്പിൽ, എന്റെ വീട്ടിൽ പാട്യാലമുക്ക് ഇയാളുടെ മകളുടെ വിവാഹത്തിന്റെ ആവശ്യാർത്ഥം അന്ന് അവിടെ മൂടിക്കളഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വെള്ളം പോകുന്ന ഓവിയാലുണ്ട്. ആ ഓവിയാൽ മരം എന്താ അറിയോ? അത് ആ വഴിയിലൂടെ ഒറ്റയാർക്കിപ്പോ ഈ മഴക്കാലത്ത് നടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അറിയോ നിങ്ങള്? വർഷം എത്രയായി? അനീതികൾ പേമാരി പോലെ പെയ്ച്ചിട്ട് പോലും ഇയാൾക്ക് ഒരു മണ്ണാങ്കട്ടെ സംഭവിക്കാൻ ഉളുപ്പില്ലാതെ നടക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു FB പോസ്റ്റ് എന്ന വന്നിരിക്കുന്ന പോസ്റ്റ് എന്നറിയാം. ഇയാള് നേപ്പാളിൽ പോയപ്പോ ഇയാൾ മുണ്ട് പറക്കി കുത്തിയപ്പോ ഇയാളുടെ കാലിന്റെ അടുത്ത് വന്നിരിക്കുന്ന കറുപ്പ്
ഇപ്പൊ ഇതിനകത്ത് എന്റെ കാല് കാണിക്കാൻ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു. വേണ്ട കണ്ടാത്തോണ്ട ഞാൻ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാല് ഇത്രയും അധാർമികത ചെയ്തിട്ട് ഒരു പൊതുമത്തെ മുഴുവൻ നാടും കെടുത്തിയിട്ടും ആ നാടും കെടുത്തിയ സംഭവത്തെ അലങ്കാരമായി കൊണ്ടു കിടക്കാൻ എന്ത് പറയാനാ? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകെടുത്തെന്ന് പറഞ്ഞ പോലെയായി. പാർട്ടിക്കാരനെ ആയിരിക്കുമ്പോൾ മിസ്റ്റർ നമ്പ്യാർ ഒറ്റ വാക്കുകൂടി പറഞ്ഞിട്ട് എന്റെ ആദ്യത്തെ പോർഷൻ അവസാനിക്കും. പാർട്ടിക്കകത്ത് ഇയാൾ നീചനും കള്ളനും ചതിയനും വഞ്ചകനുമാണ് എന്ന് ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഇയാളുടെ നാശത്തിന്റെ ഏറ്റവും വലിയ ആരംഭമായി അത് വിലയിരുത്താവുന്നതാണെന്ന് മാത്രമാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ ഇപ്പൊ പറയാനുള്ളത്. 2 പല്ലുകൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.